എം ലെൻസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ +1 കെമിസ്ട്രിയിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലടുത്തായിട്ട് പറയാൻ പോകുന്നത് ദ ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. In liquids, the particles are loosely packed and so there is some intermolecular force of attraction. അതായത് ലിക്വിഡ്സിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് ലൂസ്ലി പാക്ക്ഡ് ആൻഡ് there is some intermolecular force of attraction. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, intermolecular force of attraction ഉണ്ട്. ഈ ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസ് തമ്മിൽ intermolecular force of attraction ഉണ്ട്. But this force is not strong enough to bind the molecules together. See, intermolecular force not strong enough. അതായത് അത്ര മതിയായ സ്ട്രോങ് അല്ല. എന്തിനു വേണ്ടി? ഈ മോളിക്യൂൾസിനെ ടുഗദർ ആയിട്ട് ബൈൻഡ് ചെയ്യാൻ മാത്രം സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ സോ ലിക്വിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയം ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അതുകൊണ്ട് തന്നെ ലിക്വിഡ്സിൻ്റെ കേസിൽ എന്താണ്, ലിക്വിഡ്സിന് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട് ബട്ട് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഡെഫിനിറ്റ് വോളിയം ഉണ്ട് പക്ഷേ ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ഡ്യൂ ടു ദ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദ മോളിക്യൂൾസ് ക്യാൻ മൂവ് സോ ലിക്വിഡ്സ് ക്യാൻ ഫ്ലോ. ഈ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണം മോളിക്യൂൾസിന് മൂവ് ചെയ്യാം, അതുകൊണ്ട് തന്നെ ലിക്വിഡ്സിന് ഫ്ലോ ചെയ്യാനും പറ്റും. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് ആർ, അതായത് ലിക്വിഡ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി വേപ്പർ പ്രഷർ. ഇൻ എ ലിക്വിഡ് ഓൾ ദ മോളിക്യൂൾസ് ഡു നോട്ട് ഹാവ് ദ സെയിം എനർജി. ഒരു ലിക്വിഡിലെ എല്ലാ മോളിക്യൂൾസിനും സെയിം എനർജി അല്ല ഉള്ളത്. ദ മോളിക്യൂൾസ് ഹാവിങ് ഹയർ എനർജി ആർ എസ്കേപ്ഡ് ടു വേപ്പർ ഫേസ്. അതായത് ഹയർ എനർജി ഉള്ള മോളിക്യൂൾസ് എങ്ങോട്ട്, വേപ്പർ ഫേസിലോട്ട് എസ്കേപ്പ് ആവും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. അതായത് ഹയർ എനർജി ഉള്ള മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് എസ്കേപ്പ് ആവുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ഇവാപ്പറേഷൻ എന്ന്. ആസ് ദ ഡെൻസിറ്റി ഓഫ് ദ വേപ്പർ ഇൻക്രീസസ് ദ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് സോ ദെയർ എനർജി ഡിക്രീസസ് ആൻഡ് റിട്ടേൺസ് ടു ലിക്വിഡ് സ്റ്റേറ്റ്. അതായത് ഈ വേപ്പറിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ആവുമ്പോൾ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യും. അപ്പോൾ അവരെ എനർജി ഡിക്രീസ് ആവും. തമ്മിൽ കൊളൈഡ് ചെയ്ത് അവരെ എനർജി ഡിക്രീസ് ആവും. ഈ എനർജി ഡിക്രീസ് ആയതുകൊണ്ട് തന്നെ ആൻഡ് റിട്ടേൺസ് ടു ദ ലിക്വിഡ് സ്റ്റേറ്റ്. ഈ വേപ്പർ ഏതിലേക്ക് തന്നെ റിട്ടേൺ ആവും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ആവും. ഈ എനർജി ഡിക്രീസ് ആയ വേപ്പർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് കണ്ടൻസേഷൻ. ഈ പ്രോസസ്സാണ് എന്ത് വിളിക്കുന്നത്, വേപ്പർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് തന്നെ മാറുന്നതിനാണ്, അല്ലെങ്കിൽ വേപ്പർ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് റിട്ടേൺ ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുക, കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ സം ടൈം ദ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ ആൻഡ് ദ ടു പ്രോസസ്സസ് അറ്റൈൻ ഇക്വിലിബ്രിയം. അതായത് കുറച്ച് കഴിയുമ്പോൾ ഈ ഇവാപ്പറേഷനും കണ്ടൻസേഷൻ്റെ റേറ്റ് ഒരുപോലെയാകും. അതായത് അവ തമ്മിൽ ഈ രണ്ട് പ്രോസസ്സ് നമ്മൾ ഇക്വിലിബ്രിയത്തിലെത്തും. രണ്ട് പ്രോസസ്സുകളും തമ്മിൽ ഇക്വിലിബ്രിയത്തിലെത്തും. അറ്റ് ദിസ് കണ്ടീഷൻ ദ പ്രഷർ എക്സൈറ്റഡ് ബൈ ദ വേപ്പർ ഈസ് കോൾഡ് വേപ്പർ പ്രഷർ. അപ്പോൾ ഈ ഇക്വിലിബ്രിയത്തിലുള്ള വേപ്പേഴ്സിൻ്റെ പ്രഷറിനെയാണ് എന്ത് വിളിക്കുന്നത്, വേപ്പർ പ്രഷർ. അവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രഷർ എക്സൈറ്റഡ് ബൈ ദ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ഓൺ ലിക്വിഡ്. അതായത് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ എക്സൈറ്റഡ് ബൈ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് വിത്ത് ഇറ്റ്സ് ഓൺ ലിക്വിഡ്. അതായത് പ്രഷർ എക്സൈറ്റഡ് ബൈ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ഓൺ ലിക്വിഡ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ ലിക്വിഡ് ആൻഡ് ടെമ്പറേച്ചർ. ഈ വേപ്പർ പ്രഷർ ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ലിക്വിഡിൻ്റെ നാച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും, അതുപോലെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് വേപ്പർ പ്രഷർ ആൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റിലോട്ട് എത്തും. അതുകൊണ്ട് തന്നെ
വേപ്പർ പ്രഷർ ഇൻക്രീസ് ആവും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ്. ദ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. അതായത് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ മുമ്പ് ഡിസ്കസ് ചെയ്തു. അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ദ വേപ്പർ പ്രഷർ ബിക്കംസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വേപ്പർ പ്രഷർ ഏതിനോട് ഈക്വൽ ആവും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആവും. അറ്റ് ദിസ് ടെമ്പറേച്ചർ ദ ലിക്വിഡ് ബോയിൽസ്. അപ്പോൾ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുമ്പോഴാണ് എന്ത്? ലിക്വിഡ് ബോയിലാവുന്നത്. ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ബോയിലിംഗ് പോയിന്റ്. അതായത് ഈ ടെമ്പറേച്ചറിനാണ് എന്ത് വിളിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അതായത് ലിക്വിഡ് ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറിനെയാണ് എന്ത് വിളിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അറ്റ് 1 atm പ്രഷർ ദ ബോയിലിംഗ് പോയിന്റ് ഈസ് കോൾഡ് നോർമൽ ബോയിലിംഗ് പോയിന്റ്. 1 atm പ്രഷറിലുള്ള ബോയിലിംഗ് പോയിന്റിനെ എന്ത് വിളിക്കും? നോർമൽ ബോയിലിംഗ് പോയിന്റും. അതുപോലെ പ്രഷർ 1 bar ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റിനെ എന്ത് വിളിക്കും? സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ ലിക്വിഡ്. അതായത് പ്രഷർ 1 atm ആണെങ്കിൽ നോർമൽ ബോയിലിംഗ് പോയിന്റും, അതുപോലെ പ്രഷർ 1 bar ആണെങ്കിൽ അപ്പോഴുള്ള ബോയിലിംഗ് പോയിന്റ് എന്താണ്? സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റും. ദ നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 degree Celsius ആൻഡ് ഈ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിന്റ് ഈസ് 99.6 degree Celsius. കെൽവിനിലും പറയുന്നുണ്ട്. 100 degree Celsius എന്ന് പറയുന്നത് 373 Kelvin. അതുപോലെ 99.6 degree Celsius എന്ന് പറയുന്നത് 372.6 Kelvin. അതായത് വാട്ടറിൻ്റെ നോർമൽ ബോയിലിംഗ് പോയിന്റും അതുപോലെ സ്റ്റാൻഡേർഡ് ബോയിലിംഗ് പോയിൻ്റാണ് പറഞ്ഞത്. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്, അതായത് നല്ല ഹൈറ്റിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോ. ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. ദെയർഫോർ ലിക്വിഡ്സ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ബോയിൽ അറ്റ് ലോ ടെമ്പറേച്ചർ ദാൻ അറ്റ് സീ ലെവൽ. ലോവർ ടെമ്പറേച്ചറിൽ തന്നെ ഇത് ബോയിലാവും. അതായത് അവിടുത്തെ പ്രഷർ കുറവായതുകൊണ്ട് ആ പ്രഷറിലോട്ട് എത്തിച്ചേരാനുള്ള ടെമ്പറേച്ചർ എന്തായിരിക്കും? കുറവായിരിക്കും. സിൻസ് വാട്ടർ ബോയിൽസ് അറ്റ് ലോ ടെമ്പറേച്ചർ ഓൺ ഹിൽസ്, അതായത് ഈ ലോ ടെമ്പറേച്ചറിൽ തന്നെ വാട്ടർ ബോയിലാവുന്നതുകൊണ്ട് തന്നെ ദ പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ഫുഡ്. കുക്കിങ്ങിന് വേണ്ടി പ്രഷർ കുക്കർ യൂസ് ചെയ്യേണ്ടി വരും ഹിൽസ് തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ പ്രഷർ കുക്കർ യൂസ് ചെയ്യേണ്ടി വരും. അത് ഇതുകൊണ്ടാണ്, അതായത് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവായതുകൊണ്ട് തന്നെ വാട്ടർ ബോയിൽസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ആസ് ഡെപ്ത് ഇൻക്രീസസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൾസോ ഇൻക്രീസസ്. ഡെപ്ത് കൂടിയാൽ എന്താവും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻക്രീസ് ആവും. സോ വാട്ടർ ബോയിൽസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ ഇൻ എ മൈൻ ദാൻ അറ്റ് സീ ലെവൽ. അതായത് മൈൻ എന്ന് പറഞ്ഞാൽ ഒരു താഴ്ന്ന സ്ഥലത്ത്, അതായത് എർത്ത് സീ ലെവലിനേക്കാളും താഴ്ന്ന സ്ഥലത്ത്, ഡെപ്ത് കൂടുതലുള്ള സ്ഥലത്ത് വാട്ടർ എന്താവും? ഹൈ ടെമ്പറേച്ചറിലാണ് വാട്ടർ ബോയിലാവുക. ഹൈ ടെമ്പറേച്ചറിലാണ് വാട്ടർ ബോയിലാവുന്നത്. ബോയിലിംഗ് ഡസ് നോട്ട് ഒക്കർ വെൻ ലിക്വിഡ് ഈസ് ഹീറ്റഡ് ഇൻ എ ക്ലോസ്ഡ് വെസൽ. ഒരു ക്ലോസ്ഡ് വെസലിലാണ് ലിക്വിഡ് ഹീറ്റ് ചെയ്യുന്നതെങ്കിൽ ബോയിലിംഗ് ഒക്കർ ചെയ്യുന്നില്ല. അതെന്താണ് കാരണം? ഓൺ ഹീറ്റിംഗ് കണ്ടിന്യൂസ്ലി വേപ്പർ പ്രഷർ ഇൻക്രീസസ്. കണ്ടിന്യൂസ്ലി ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ഇൻക്രീസ് ആവും. അറ്റ് ഫസ്റ്റ് ദർ ഈസ് എ ക്ലിയർ ബൗണ്ടറി ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ആദ്യം ലിക്വിഡിൻ്റെയും വേപ്പർ ഫേസിൻ്റെ ഇടയിൽ ഒരു ക്ലിയർ ബൗണ്ടറി ഉണ്ടാവും. ബിക്കോസ് ലിക്വിഡ് ഈസ് ഡെൻസർ ദാൻ വേപ്പർ. ലിക്വിഡ് എന്താണ്? ഡെൻസർ ദാൻ വേപ്പറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് ലിക്വിഡിന്. അതുകൊണ്ട് തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാവും. ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെ ഇടയിൽ ഒരു ബൗണ്ടറി കാണാൻ പറ്റുന്നില്ല, ഒരു ക്ലിയർ ബൗണ്ടറി അവിടെ ഉണ്ടാവും. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് മോർ ആൻഡ് മോർ മോളിക്യൂൾസ് ഗോ ടു വേപ്പർ ഫേസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ കൂടുതൽ മോളിക്യൂൾസ് എങ്ങോട്ട് പോകും? വേപ്പർ ഫേസിലോട്ട് പോകും. ആൻഡ് ഡെൻസിറ്റി ഓഫ് വേപ്പർ റൈസസ്. അപ്പോൾ വേപ്പറിൻ്റെ ഡെൻസിറ്റിയും കൂടും. അറ്റ് ദ സെയിം ടൈം ലിക്വിഡ് ബിക്കംസ് ലെസ് ഡെൻസ്. അതായത് ആ സെയിം ടൈമിൽ തന്നെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കുറയുകയും ചെയ്യും. വെൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആൻഡ് വേപ്പേഴ്സ് ബിക്കംസ് ദ സെയിം, അതായത് വേപ്പറിൻ്റെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി സെയിം ആകുമ്പോൾ ദ ക്ലിയർ ബൗണ്ടറി ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഡിസപ്പിയേഴ്സ്. ഡെൻസിറ്റി ലിക്വിഡിൻ്റെയും വേപ്പറിൻ്റെയും സെയിം ആകുമ്പോൾ അവിടെ ഒരു ബൗണ്ടറി, ക്ലിയർ ബൗണ്ടറി പറഞ്ഞിരുന്നു. ആ ക്ലിയർ ബൗണ്ടറി ഡിസപ്പിയേഴ്സ്, അപ്രദൃശ്യമാവും എന്നുള്ളതാണ് ഡിസപ്പിയേഴ്സ്. ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ദിസ് ടെമ്പറേച്ചർ ഈസ് കോൾഡ്
ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതായത് വേപ്പേഴ്സിൻ്റെയും ലിക്വിഡിൻ്റെയും ഡെൻസിറ്റി സെയിം ആകുമ്പോഴുള്ള ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ബോയിലിംഗ് ഡസ് നോട്ട് ഒക്കർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എന്തില്ല? ബോയിലിംഗ് ഒക്കർ ചെയ്യുന്നില്ല. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ബോയിലിംഗ് ഡസ് നോട്ട് ഒക്കർ. ബോയിലിംഗ് ഒക്കർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ക്ലോസ്ഡ് വെസലിൽ ലിക്വിഡ് ബോയിൽ ആവുന്നില്ല. ക്ലോസ്ഡ് വെസലിൽ ലിക്വിഡ് ബോയിൽ ആകുന്നില്ല. അതായത് അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ബോയിലിംഗ് ഡസ് നോട്ട് ഒക്കർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ബോയിലിംഗ് ഒക്കർ ചെയ്യുന്നില്ല. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ്. അതായത് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ ഡ്രോൺ ഓൺ ദി സർഫസ് ഓഫ് ദി ലിക്വിഡ്. അതാണ് എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഗ്രീക്ക് ലെറ്റർ ഗാമ. ഈ സർഫസ് ടെൻഷൻ എന്ത് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഗാമ എന്നുള്ള ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. അതായത് ന്യൂട്ടൺ മീറ്റർ ഇൻവേഴ്സ്. അതാണ് ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ദ എനർജി റിക്വയർഡ് ടു എക്സ്പാൻഡ് ദ സർഫസ് ഓഫ് എ ലിക്വിഡ് ബൈ യൂണിറ്റ് ഏരിയ ഇസ് കോൾഡ് സർഫസ് എനർജി. ഇപ്പോൾ സർഫസ് എനർജി എന്താണ്? എനർജി റിക്വയർഡ് ടു എക്സ്പാൻഡ് ദ സർഫസ് ഓഫ് എ ലിക്വിഡ് ബൈ യൂണിറ്റ് ഏരിയ. അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസ് യൂണിറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജിയാണ് എന്ത് പറയുന്നത്? സർഫസ് എനർജി. ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ജൂൾ മീറ്റർ റേസ് ടു -2. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ മീറ്റർ റേസ് ടു -2. എവറി ലിക്വിഡ് ട്രൈസ് ടു റിഡ്യൂസ് ദെയർ എനർജി ബൈ ഡിക്രീസിങ് ദ സർഫസ് ഏരിയ. അതായത് എല്ലാ ലിക്വിഡും എന്തിനാണ് ട്രൈ ചെയ്യുക? അവയുടെ സർഫസ് ഏരിയ റിഡ്യൂസ്, അതായത് അവയുടെ എനർജി റിഡ്യൂസ് ചെയ്യാൻ നോക്കുക. എങ്ങനെ? ഈ സർഫസ് ഏരിയ റിഡ്യൂസ് ചെയ്തുകൊണ്ട് എനർജി റിഡ്യൂസ് ചെയ്യാനാണ് നോക്കുക. ഫോർ എ ഗീവൺ വോളിയം സ്ഫിയർ, ഒരു ഗീവൺ വോളിയം, ഒരു പ്രത്യേക വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ഫിയറിനാണ് എന്തുള്ളത്? മിനിമം സർഫസ് ഏരിയ ഉള്ളത്. ഒരു പ്രത്യേക വോളിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സർഫസ് ഏരിയ മിനിമം ആകണമെങ്കിൽ എന്താകണം? അത് സ്ഫെറിക്കൽ ഷേപ്പ് ആകണം. സോ ലിക്വിഡ് ഡ്രോപ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. ലിക്വിഡ് ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത് അതുകൊണ്ടാണ്. അതായത് എനർജി റെഡ്യൂസ് ചെയ്യാൻ നോക്കും, അതിനുവേണ്ടി സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു ഗിവൺ വോളിയത്തിൽ സർഫസ് ഏരിയ ഏറ്റവും കുറവുള്ളത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്സ് സ്ഫെറിക്കൽ ഷേപ്പിൽ കാണപ്പെടുന്നത്. ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ് ആർ ഹീറ്റഡ് ഫോർ മേക്കിംഗ് ദം സ്മൂത്ത്. അതായത് ഷാർപ്പ് ഗ്ലാസ് എഡ്ജസ്, ഗ്ലാസിൻ്റെ എഡ്ജ്, ഷാർപ്പായിട്ടുള്ള എഡ്ജസ് ഹീറ്റ് ചെയ്യും. എന്തിന്? അവ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടി. ഓൺ ഹീറ്റിംഗ് ദ ഗ്ലാസ് മെൽസ് ആൻഡ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ടെൻസ് ടു ടേക്ക് ദ റൗണ്ടഡ് ഷേപ്പ് അറ്റ് ദി എഡ്ജസ്. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഗ്ലാസ് മെൽറ്റ് ചെയ്യും. അപ്പോൾ സർഫസ് ഓഫ് ദ ലിക്വിഡ് ടെൻസ് ടു ടേക്ക് ദി റൗണ്ടഡ് ഷേപ്പ് അറ്റ് ദി എഡ്ജസ്. അപ്പോൾ സർഫസ് ഓഫ് ദ ലിക്വിഡ്, ഈ ലിക്വിഡിൻ്റെ സർഫസ് റൗണ്ടഡ് ഷേപ്പ് ആക്കാൻ നോക്കും, എഡ്ജസിൽ റൗണ്ടഡ് ഷേപ്പ് ആക്കാൻ നോക്കും. വിച്ച് മേക്സ് ദ എഡ്ജസ് സ്മൂത്ത്. അപ്പോൾ എന്താവും? എഡ്ജസ് സ്മൂത്ത് ആകും. ഈ സ്ഫെറിക്കൽ ഷേപ്പ്, റൗണ്ടഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ എഡ്ജസ് സ്മൂത്ത് ആവും. ദിസ് ഈസ് കോൾഡ് ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ്. ഇതിനെന്ത് വിളിക്കുന്നു? ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന് വിളിക്കുന്നു. ഹീറ്റ് ചെയ്ത് ഗ്ലാസ് എഡ്ജസിനെ സ്മൂത്ത് ആക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഫയർ പോളിഷിംഗ് ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത്.
The magnitude of surface tension of a liquid depends on the attractive forces between the molecules and the temperature. ഈ സർഫസ് ടെൻഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏതിനൊക്കെ, ഒരു ലിക്വിഡിൻ്റെ സർഫസ് ടെൻഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആൻഡ് ടെമ്പറേച്ചർ. വെൻ ദ അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ലാർജ് ദ സർഫസ് ടെൻഷൻ ഈസ് ലാർജ്. അട്രാക്റ്റീവ് ഫോഴ്സസ് ലാർജ് ആണെങ്കിൽ സർഫസ് ടെൻഷനും ലാർജ് ആയിരിക്കും. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് സർഫസ് ടെൻഷൻ ഡിക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ ഡിക്രീസ് ആവും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ ഡിക്രീസ് ആവും. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സർഫസ് ടെൻഷൻ എന്നുള്ളത് കുറയും. ദ ഫിനോമിനൻ ലൈക്ക് റൈസ് ഓർ ഫാൾ ഓഫ് എ ലിക്വിഡ് ഇൻ എ കാപ്പിലറി ട്യൂബ്, കാപ്പിലറി റൈസ് അല്ലെങ്കിൽ ഡിപ്രഷൻ ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. കാപ്പിലറി ഫാളിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാപ്പിലറി റൈസ് ഓർ ഡിപ്രഷൻ ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അതായത് കാപ്പിലറി റൈസും കാപ്പിലറി ഫാൾ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ എന്ത് മൂലമാണ്? ഈ സർഫസ് ടെൻഷൻ മൂലമാണ് നടക്കുന്നത്. സർഫസ് ടെൻഷൻ മൂലമാണ് ഈ ഫിനോമിനൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് വിസ്കോസിറ്റി. വിസ്കോസിറ്റി എന്താണെന്ന് പറയാം. വെൻ എ ലിക്വിഡ് ഫ്ലോസ് ഓവർ എ ഫിക്സ്ഡ് സർഫസ്, അതായത് ഒരു ഫിക്സ്ഡ് സർഫസിലൂടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ വി ക്യാൻ അസ്യൂം ദാറ്റ് ദെയർ ആർ എ ലാർജ് നമ്പർ ഓഫ് ലേയേഴ്സ്. നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? അവിടെ കുറേ ലേയേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഈ ലിക്വിഡിൽ കുറേ ലേയേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ദ ലെയർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് സർഫസ് ഈസ് സ്റ്റേഷനറി. ലെയർ ഓഫ് മോളിക്യൂൾസ് വിച്ച് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി സർഫസ്. സർഫസിനായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ലെയർ എന്താണ്? സ്റ്റേഷനറി ആണ്. The velocity of upper layers increases as the distance of layers from the fixed layer increases. അതായത് അപ്പർ ലെയേഴ്സ്, സർഫസ് ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ള ലെയേഴ്സിൻ്റെ അപ്പർ ലെയേഴ്സ് ഈ ഫിക്സ്ഡ് ലെയറിനായിട്ടുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ആകുമ്പോൾ, അപ്പർ ലെയേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം ഫിക്സ്ഡ് ലെയേഴ്സ്, ഫിക്സ്ഡ് ലെയേഴ്സിൽ നിന്ന് അപ്പർ ലെയേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ആകുമ്പോൾ അവയുടെ വെലോസിറ്റി ഇൻക്രീസ് ആവും. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദർ ഈസ് എ റെഗുലർ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു നെക്സ്റ്റ് ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ ഇൻ വിച്ച് ദർ ഈസ് എ റെഗുലർ ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇൻ പാസിംഗ് ഫ്രം വൺ ലെയർ ടു the next is called laminar flow. അതിനാണ് എന്ത് പറയുന്നത്? ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. വിസ്കോസിറ്റി ഈസ് എ മെഷർ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ്. വിസ്കോസിറ്റി എന്തിൻ്റെ മെഷറാണ്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫേർഡ്. ഇൻറ്റേർണൽ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്ത് ബൈ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ്. ലിക്വിഡിൻ്റെ ഡിഫറെൻറ്റ് ലേയേഴ്സ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ ഒരു മെഷറാണ് എന്ത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇഫ് ദി വെലോസിറ്റി ഓഫ് ദി ലെയർ അറ്റ് എ ഡിസ്റ്റൻസ് dz ഈസ് ചേഞ്ച്ഡ് ബൈ എ വാല്യൂ du, അതായത് ഒരു ലെയർ അറ്റ് എ ഡിസ്റ്റൻസ് ഒരു dz ഡിസ്റ്റൻസിലുള്ള ലെയറിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്തു ബൈ എ വാല്യൂ du, ഒരു du എന്നുള്ള വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്താൽ ദെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് ഗിവൺ ബൈ ദ എമൗണ്ട് du ബൈ dz. വെലോസിറ്റി ഗ്രേഡിയൻ്റ് അപ്പം എന്താണ്? du ബൈ dz. എ ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദി ഫ്ലോ ഓഫ് ലേയേഴ്സ്. ഒരു ഫോഴ്സ് എന്ത് വേണം? ഈ ലേയേഴ്സ് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ദിസ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഓഫ് ലേയേഴ്സ് ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഈ ഫോഴ്സ് ഏതിനൊക്കെ പ്രൊപ്പോർഷണലാണ്? ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഓഫ് ലേയേഴ്സും അതുപോലെ വെലോസിറ്റി ഗ്രേഡിയൻറ്റിനും പ്രൊപ്പോർഷണലാണ്. അതായത് എഫ് പ്രൊപ്പോർഷണൽ ടു എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോണ്ടാക്ട്, അതുപോലെ എഫ് പ്രൊപ്പോർഷണൽ ടു du ബൈ dz എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു? വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അതായത് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് ഡിസ്റ്റൻസ്. അതായത് എഫ് പ്രൊപ്പോർഷണൽ ടു എ ഇൻറ്റു du ബൈ dz, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഈറ്റ എ du ബൈ dz, അല്ലെങ്കിൽ എഫ് എന്ന് പറയാം ഈറ്റ എ du ബൈ dz.
The proportionality constant eta is called coefficient of viscosity. അപ്പോൾ നമ്മളിവിടെ ഒരു കോൺസ്റ്റൻറ്റ് പറഞ്ഞിരുന്നു ഈറ്റ. ഈ ഈറ്റയാണ് എന്ത് വിളിക്കുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ആൻഡ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ആർ യൂണിറ്റി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഇവിടെ എ എന്നുള്ള ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക, du/dz ഒന്നായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്ത് ലഭിക്കും? F = ഈറ്റ എന്ന് ലഭിക്കും. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് വെൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ആൻഡ് ഏരിയ ഓഫ് ദ കോണ്ടാക്റ്റ് ആർ യൂണിറ്റി. വെലോസിറ്റി ഗ്രേഡിയൻറ്റും ഏരിയ ഓഫ് കോണ്ടാക്റ്റും യൂണിറ്റി ആണെങ്കിൽ അപ്പോഴുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദസ് അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ മെഷർ എത്രയാണെന്ന് ലഭിക്കും. ദസ് ഈറ്റ ഈസ് മെഷർ ഓഫ് വിസ്കോസിറ്റി. ഈറ്റ എന്ന് പറയുന്നത് എന്താണ്? മെഷർ ഓഫ് വിസ്കോസിറ്റി. വിസ്കോസിറ്റിയുടെ മെഷറാണ് ഈറ്റ. ഈറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു. അതായത് ദസ് ഈറ്റ ഈസ് മെഷർ ഓഫ് വിസ്കോസിറ്റി. SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി കോഎഫിഷ്യൻ്റ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ സെക്കൻഡ് പെർ സ്ക്വയർ മീറ്റർ. അതായത് ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റേസ്ഡ് -2 ഓർ പാസ്കൽ സെക്കൻഡ് എന്ന് പറയാം. പാസ്കൽ സെക്കൻഡ്. ഇൻ CGS സിസ്റ്റം ദി യൂണിറ്റ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് പോയ്സ്. CGS സിസ്റ്റത്തിൽ എന്താണ് ഇതിൻ്റെ യൂണിറ്റ്? 1 പോയ്സ്. 1 പോയ്സ് ഈസ് ഈക്വൽ ടു 1 gram centimeter inverse second inverse. അതായത് SI യൂണിറ്റിൽ 1 പോയ്സ് ഈക്വൽ ടു 10⁻⁻1 SI യൂണിറ്റ്സ് ആണ്. 10⁻⁻1 കിലോഗ്രാം മീറ്റർ⁻⁻1 സെക്കൻഡ്⁻⁻1. 1 പോയ്സ് CGS സിസ്റ്റത്തിൽ 1 പോയ്സ് ഈക്വൽ ടു 10⁻⁻1 SI യൂണിറ്റ്സ് എന്നാണ്. SI യൂണിറ്റ്സും CGS യൂണിറ്റ്സ് CGS സിസ്റ്റമൊക്കെ എന്താണെന്നുള്ളത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ, ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ 1 പോയ്സ് ഈക്വൽ ടു 10⁻⁻1 കിലോഗ്രാം മീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഈ കിലോഗ്രാം മീറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് തന്നെയാണ് എന്ത്? ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ⁻⁻2 എന്ന് പറയുന്നത്. ന്യൂട്ടൺ എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കിലോഗ്രാം മീറ്റർ⁻⁻1 സെക്കൻഡ്⁻⁻1. ഇനി അടുത്ത് പറയുന്നത് ഗ്രേറ്റർ ദി വിസ്കോസിറ്റി ദ മോർ സ്ലോലി ദ ലിക്വിഡ് ഫ്ലോസ്. വിസ്കോസിറ്റി വളരെ കൂടുതലാണെങ്കിൽ ലിക്വിഡ് ഫ്ലോ എന്ന് വളരെ സ്ലോ ആയിരിക്കും. വിസ്കോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലൂയിഡിറ്റി. വിസ്കോസിറ്റി എന്നുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലൂയിഡിറ്റി. ഫ്ലൂയിഡിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞാൽ വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കുറവായിരിക്കും. വിസ്കോസിറ്റി കുറവാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും. അതായത് വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കുറവ്, വിസ്കോസിറ്റി കുറവാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുതൽ, അതായത് ഓപ്പോസിറ്റ് ആയിരിക്കും. ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഇൻക്രീസസ് വിസ്കോസിറ്റി. അതായത് ഹൈഡ്രജൻ ബോണ്ടിങ് വാൻ ഡെർ വാൾസ് ഫോഴ്സൊക്കെ എന്താണ്? വിസ്കോസിറ്റിയെ ഇൻക്രീസ് ആക്കും. ഗ്ലാസ് ഈസ് എ വെരി വിസ്കസ് ലിക്വിഡ്. ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ ഹൈ വിസ്കസ് ലിക്വിഡാണ്. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഫ്ലോ ത്രൂ വെരി സ്ലൈറ്റ്ലി. അതായത് ഇതിൻ്റെ ടെൻഡൻസി ടു ഫ്ലോ വളരെ കുറവായിരിക്കും. വിസ്കോസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഫ്ലൂയിഡിറ്റി കുറവായിരിക്കും. അതായത് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഹെൻസ് ദ വിൻഡോ പെയിൻസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സ് ആർ തിക്കർ അറ്റ് ബോട്ടം ദാൻ അറ്റ് ദി ടോപ്പ്. അതുകൊണ്ട് തന്നെ വിൻഡോ പെയിൻസ് ഓഫ് ഓൾഡ് ബിൽഡിങ്സിൻ്റെ വിൻഡോ പെയിൻസ് തിക്കർ അറ്റ് ദ ബോട്ടം, താഴെ വളരെ തിക്കായിരിക്കും. ടോപ്പിനേക്കാളും താഴെ വളരെ തിക്കായിരിക്കും. വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്സ് ഡിക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ റൈസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും. ബിക്കോസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ മോളിക്യൂൾസ് ഹാവ് ഹൈ കൈനറ്റിക് എനർജി. ഹൈ ടെമ്പറേച്ചറിൽ മോളിക്യൂൾസിന് ഹൈ കൈനറ്റിക് എനർജി ഉണ്ടാവും. ആൻഡ് ക്യാൻ ഓവർകം ദ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ്. അതുകൊണ്ട് തന്നെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ വിസ്കോസിറ്റി കുറയും. അതായത് ഹൈ ടെമ്പറേച്ചറിൽ ഹൈ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഹൈ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കുറയും? വിസ്കോസിറ്റി
ഡിഗ്രീസ് ആവും, വിസ്കോസിറ്റി കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി കെമിസ്ട്രിയിലുള്ള മറ്റുള്ള ചാപ്റ്റേഴ്സൊക്കെ വേറെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.